എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വെറൈറ്റി ചിക്കൻ ഡിഷായ സ്റ്റഫ്ഡ് ചിക്കൻ അഥവാ കോഴി നിറച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് സാധാരണ എല്ലാവരും ഫ്രൈ ചെയ്താണ് ഉണ്ടാക്കുന്നത്. നമുക്കിത് എങ്ങനെയാണ് ഹെൽത്തിയായി ഓയിൽ കുറച്ച് പ്രഷർ കുക്കറിൽ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനായി ഒരു ഫുൾ ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 1.5 കിലോയോളം വരും. ഇത് നന്നായി കുറച്ച് ഡീപ്പായി വരഞ്ഞു വെക്കുക. ഇനി അത് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം. അതിനായി 2 ടേബിൾ സ്പൂൺ തൈര്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 കറിവേപ്പില, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 നാരങ്ങയുടെ നീര്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇവയൊക്കെ എടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കുക. ചിക്കനിൽ ഈ പേസ്റ്റ് നന്നായി തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക. എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ മസാല തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം. ഈ ചിക്കൻ മിനിമം 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇനി നമുക്ക് സ്റ്റഫ് ചെയ്യാൻ വേണ്ട മസാല ഉണ്ടാക്കാം. അതിനായി 2 മീഡിയം സൈസുള്ള സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 തക്കാളി, 2 പച്ചമുളക് ഇവയും അരിഞ്ഞു വെക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 കറിവേപ്പില ഇവയൊക്കെ റെഡിയാക്കി വെക്കുക. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് വഴറ്റുക. 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, തക്കാളി, 1 കറിവേപ്പില ഇവയൊക്കെ ചേർത്ത് വഴറ്റുക. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഇവയൊക്കെ ചേർത്ത് ഇവയുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച 3 മുട്ട ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മസാലയിൽ കവർ ചെയ്തെടുക്കുക. ഫ്ലെയിം ഓഫ് ആക്കുക. ഇപ്പോൾ നമ്മുടെ സ്റ്റഫ് ചെയ്യാനുള്ള മുട്ട മസാല റെഡി ആയിരിക്കുന്നു. ഇനി ചിക്കനിലേക്ക് ഇത് നമുക്കൊന്ന് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. ചെറിയ കോഴിയാണെങ്കിൽ 2 മുട്ട മതിയാവും. ഇവിടെ അത്യാവശ്യം വലിയ കോഴി ആയതുകൊണ്ട് 3 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട മസാല ഉള്ളിലേക്ക് വെച്ചിട്ട് സൂചിയും നൂലും, അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സൂചി, പിന്നെ ഒരു ഡാർക്ക് കളർ നൂല്, ഇതുകൊണ്ട് കോഴിയുടെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. അല്ലെങ്കിൽ മസാല പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ കോഴിയുടെ കാലുകളും ഒന്ന് നൂല് കൊണ്ട് കെട്ടിക്കൊടുക്കാം. ഞാനിവിടെ കൈയും കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതിനായി ഒരു 5 ലിറ്ററിന്റെ കുക്കർ ചൂടാക്കുക. ചൂടാവുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ കുക്കറിന്റെ ബേസിൽ മുഴുവൻ ഒന്നാക്കുക. ഇനി നമുക്ക് ചിക്കനെ അതിലേക്ക് വെച്ചു കൊടുക്കാം. സൈഡിലൊന്നും ടച്ച് ചെയ്യാത്ത രീതിയിൽ വെച്ചാൽ നല്ലത്. ഈ കുക്കർ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 2 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇപ്പോൾ വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എയർ പോയ ശേഷം കുക്കർ തുറക്കാം. ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ കുക്കറിന്റെ അടിയിൽ കുറച്ച് വെള്ളം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായി ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. ഇതിലേക്ക് നമുക്ക് കുക്കറിലുള്ള മസാല വെള്ളം ഒഴിക്കുക. ഈ വെള്ളം തിളച്ച് വറ്റി തുടങ്ങുമ്പോൾ നേരത്തെ മുട്ട മസാല ഉണ്ടാക്കിയതിന്റെ മസാല കുറച്ച് ബാക്കിയുണ്ട്. ഈ ബാക്കിയുള്ള മസാല ഇതിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കുക. ഈ മസാല ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ നമുക്ക് ചിക്കൻ ഇതിലേക്ക് വെച്ച് ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ചിക്കൻ തിരിച്ചിട്ട് കൊടുത്ത് അതിൻ്റെ ഓരോ പുറവും നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് ലോ ഫ്ലെയിമിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മുടെ സ്റ്റഫ്ഡ് ചിക്കൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.